പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. പെസഹ കാലം വളരെ അർത്ഥവത്തായ ഒരു കാലഘട്ടമാണ്. നമുക്ക് പലർക്കും അതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. സ്വർഗാരോഹണത്തിന് മുൻപുള്ള കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ നമ്മുടെ കൂടെ ഉള്ള ഒരു കാലമാണ്. നമുക്കതുകൊണ്ട് ഈ കാലഘട്ടം നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ല. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് വരെ ഭയങ്കര സംസാരമാണ് പള്ളിയിൽ. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. നമുക്ക് അപ്പം മുറിക്കുമ്പോൾ അവർക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർക്ക് ഈശോയെ തിരിച്ചറിയാൻ സാധിച്ചതുപോലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ, ഈ പെസഹ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ ബലിയർപ്പണം നമുക്ക് അനുഗ്രഹമാകട്ടെ. നമുക്ക് നമ്മുടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നമ്മൾ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രവൃത്തി പോലും നമുക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഒരാളിങ്ങനെ പ്രാർത്ഥന എവിടെയാണ് എഴുതിയിടുന്നതെന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ദൈവത്തോട് നേരിട്ട് സംസാരിക്കാനും ബന്ധപ്പെട്ട് നിൽക്കാനും പറ്റിയ സുന്ദരമായ ഒരു അനുഭവമാണ് പരിശുദ്ധ കുർബാന. നമുക്കതുകൊണ്ട് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. നമ്മളൊന്ന് റെഡിയായാൽ മാത്രം മതി. ഇനി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എന്തെങ്കിലും പോരായ്മകൾ, കാര്യങ്ങളൊക്കെ അറിയാം, ഒന്നും മനസ്സിൽ ആക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ, മനസ്സിലേക്ക് പതിപ്പിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ,
ഞങ്ങൾക്കായി കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൽ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൽ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹോത്സവത്താൽ ആണ്ടുതോറും ഞങ്ങളങ്ങ് ആനന്ദിപ്പിക്കുന്നുവല്ലോ. ഇഹത്തിൽ ഞങ്ങൾ ആഘോഷിക്കുന്ന തിരുനാളുകൾ വഴി നിത്യാനന്ദത്തിലെത്തിച്ചേരുന്നതിന് ഞങ്ങൾ അർഹരാകുവാൻ കാരുണ്യപൂർവ്വം കനിയണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കുവാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതസ്തബ്ധരായി. കർത്താവിൻ്റെ വചനം. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ. സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവർത്തികളെ ഓർക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അബ്രഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ അപ്പസ്തോലന്മാരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു.
ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലയോപ്പാസ് എന്ന പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രയേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്ത് അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഈസ്റ്ററിൻ്റെ അന്ന് ഒരു ദൂത് പറഞ്ഞത് ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ് പെസഹക്കാലം എന്നാണ്. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലം സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ സുവിശേഷം വളരെ വ്യക്തമാണല്ലോ. ഈശോ അവരുടെ കൂടെ നടന്നു. അതായത് ഈശോ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പക്ഷെ സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. സ്വർഗാരോഹണം എന്ന 40-ാം ദിവസമാണ്. 50-ാം ദിവസം പെന്തക്കോസ്ത തിരുനാൾ. ആ തിരുനാളിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്ന കാലമാണ്. നമ്മൾ ക്രിസ്മസ്, ഉണ്ണീശോയൊക്കെ വെച്ച് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഇല്ലേ? ഈശോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളാ. ഇനി ഈശോ ഉയർത്തെഴുന്നേറ്റു, അതും നമ്മൾ ആചരിച്ചു. അങ്ങനെയെങ്കിൽ ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലം നമ്മൾ ആചരിക്കണം. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലം, അത് ഞായറാഴ്ച പറഞ്ഞപ്പോഴും അച്ഛാ അതങ്ങ് മനസ്സിലായില്ല. അച്ഛാ, ഈശോ ഇറങ്ങി നടക്കുന്നെന്നോ? ഈശോക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റും? അങ്ങനെ ചിലവരെന്നോട് സംശയം ചോദിച്ചു. അതൊരു ദൂതാണ് പ്രിയ മക്കളെ. നിങ്ങളുടെ കൂടെ ഉദ്ധിതൻ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉദ്ധിതൻ ഉണ്ടാകും. കൂടെ നടന്നിട്ട് ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ആദ്യം മനസ്സിലായില്ലല്ലോ. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് അവരുടെ കുഴപ്പം. കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരെ ഈശോ വിളിച്ച പേര് ഭോഷന്മാരെ. ഇന്നത്തെ സുവിശേഷത്തിലുള്ള വാക്യമാണ്, നിങ്ങളത് ശ്രദ്ധിച്ചോ.
ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയതെപ്പറ്റി അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പം കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. അല്ലെങ്കിൽ ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി അപ്പം മുറിച്ചപ്പോൾ അവർക്ക് കണ്ണ് തുറക്കപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അത് 16-ാമത്തെ വാക്യത്തിൽ അവരറിഞ്ഞില്ല. ഈശോ അവിടെ കൂടെ എങ്ങനെ ജോയിൻ ചെയ്തു, നടന്ന് അങ്ങനെ പോവുകയാണ്. അവരറിഞ്ഞില്ല, കാരണം അവിടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അത് 31-ാമത്തെ വചനം എത്തുമ്പോൾ അവരറിഞ്ഞു, അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അതെപ്പോഴാണ്? അപ്പം മുറിച്ചപ്പോഴാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോ അവര് പിന്നെ ഈശോയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ ഒരു ഒന്നാം തരം തെളിവാണ് ഈശോയോട് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത്, ഈശോയെ കുറിച്ച് കേൾക്കേണ്ട സ്ഥലത്ത്, ഈശോയെ കുറിച്ച് സംസാരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ലോക കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന ഈസ്റ്ററോടുകൂടി എല്ലാം തീർന്നു എന്നാണ്. ഈസ്റ്ററോടുകൂടി തീർന്നിട്ടില്ല. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. ഉദ്ധിതനോട് ഇനി നമുക്ക് ചോദിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. കാരണം കൂടെ നടക്കുകയല്ലേ. വളരെ സിമ്പിളായിട്ട് ഇത് ഞായറാഴ്ച പറഞ്ഞ കാര്യമാണ്. ഈ സമൂഹത്തിന് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. അതായത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈശോയെ ഏൽപ്പിച്ച ദൗത്യം, മനുഷ്യനായി പിറക്കുക, പീഡകൾ സഹിക്കുക, മരിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഈശോ ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ ഭംഗിയായി ചെയ്ത ഈശോയ്ക്ക് പിതാവായ ദൈവം ഒരു അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. നീ 40 ദിവസം ഭൂമിയിൽ മനുഷ്യരോടുകൂടെ ജീവിച്ചോളൂ. ഇനി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈശോയോട് എന്തെങ്കിലും ചോദിച്ചാൽ ഈശോയ്ക്ക് പിതാവായ ദൈവത്തോടുകൂടി അഭിപ്രായം ചോദിക്കേണ്ടതായിട്ട് വരും. ഈശോ ഇപ്പം നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊരു കാര്യം നീ എടുത്തോ എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ, പിതാവായ ദൈവം നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ദൈവം അവനിപ്പൊ കൊടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങിച്ചാലോ? പക്ഷേ ഈ 40 ദിവസം ഈശോയ്ക്ക് എന്തും നമുക്ക് തരാം. നമുക്ക് ഈശോയോട് എന്തും ചോദിക്കാം. നമ്മൾ ചോദിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരും, ഈശോ തരും. അതാണ്. ഒന്ന് നോക്കിക്കേ, ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നു. മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു, തോമസ് അപ്പോസ്തലന് വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു, തിബേരിയാസ് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെടുന്നു, സാവൂളിനെ മാനസാന്തരപ്പെടുത്തുന്നു. ഇതെല്ലാം ഉദ്ധിതന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്കിത് തിരിച്ചറിയാം. നമുക്ക് കുറച്ചുകൂടി മനസ്സിലേക്ക് പതിയാൻ വേണ്ടി ആഗ്രഹിക്കാം. നമുക്ക് മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലേക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ പരിശുദ്ധ അപ്പത്തിൽ, പരിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളി വരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കുർബാന പോലും മുടക്കിയല്ല. ഇനി കർത്താവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാലാണ് നമുക്ക് പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നത് എന്ന്, അതുവഴിയാണ് നമുക്ക് ദൈവത്തിന്റെ പ്രസാദവരം കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ കുമ്പസാരം മുടക്കിയല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഈ തീർത്ഥാടനം പോലും, ഇത്ര മരിയൻ അഭിഷേകമുള്ള ഇന്ത്യയിലെ തന്നെ വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് ആളുകളൊക്കെ പ്രാർത്ഥിച്ചും മുട്ടിന് നിരങ്ങിയും കുർബാനകളിൽ പങ്കുചേർന്നും കുമ്പസാരിച്ചും അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു പോകുമ്പോൾ ഈ പെസാ കാലഘട്ടത്തിലും ആളുകൾ കുമ്പസാരിക്കാൻ വരികയാണ്. കാരണം എനിക്ക് കർത്താവിന്റെ അനുഗ്രഹം വേണം. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നമ്മളിപ്പോഴും മദ്യഷാപ്പിലേക്കാണ് പോകുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് പോലും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു, ഈശോ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എന്നിട്ട് ഒന്നും മനസ്സിൽ ആക്കിയിട്ടില്ല. മനസ്സിലേക്ക് ആക്കൂ, ഇത് മനസ്സിലേക്ക് പതിക്കൂ, എന്നാലേ നമുക്ക് അനുഗ്രഹം കിട്ടൂ. മനസ്സിലേക്ക് പതിക്കൂ. ഈശോ അവരുടെ കൂടെ നടന്ന് പോയിട്ട് ഈശോ നടന്നു പോകുന്നതായിട്ട്, കടന്നു പോകുന്നതായിട്ട് ഭാവിച്ചു. അവരെ കടന്നു പോകുന്നതായിട്ട് ഭാവിച്ചു. അവർക്കൊന്നും മനസ്സിലായിട്ടില്ല, അത് ഈശോയാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നിട്ടും അവര്, ഗുരു അങ്ങ് ഞങ്ങളുടെ കൂടെ വസിച്ചാലും അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി,
അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. ഒന്നും മനസ്സിലായില്ലെങ്കിലും അവർ ഈശോയെ വിളിച്ചു. കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഈശോയുടെ ഉയർപ്പ്, ഈശോയുടെ മരണം, ഈശോയുടെ പീഡാസഹനം, ഈ രഹസ്യങ്ങൾ, സ്വർഗാരോഹണം, പെന്തക്കൊസ്ത, ഈ രഹസ്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും പ്രിയ ദൈവമക്കളെ, ഈ പള്ളിയിലിരുന്ന് യേശുവേ 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 എന്ന് വിളിച്ചാൽ പോലും അനുഗ്രഹമല്ലേ? അവരങ്ങനെ വിളിച്ചത് കൊണ്ടല്ലേ അവരുടെ കൂടെ ഈശോ ഭക്ഷണത്തിനിരുന്നത്? ആ അപ്പം മുറിച്ചപ്പോൾ അവർക്ക് കണ്ണു തുറക്കപ്പെട്ടു. ഈശോയെ അവർ വിളിച്ചില്ലായിരുന്നെങ്കിലോ ഈശോ യാത്ര തുടർന്ന് മുന്നോട്ട് പോയേനെ. പ്രിയ ദൈവമക്കളെ, നീ കത്തോലിക്ക സഭയിലാണെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം, ഈ തിരുനാളുകളെല്ലാം, പെസഹ കാലഘട്ടമെല്ലാം നീ പ്രയോജനപ്പെടുത്തൂ. ഇത് നിനക്ക് വേണ്ടിയിട്ടാണ് പ്രിയ ദൈവവൈതലേ. ഈ തീർത്ഥാടന കേന്ദ്രം പോലും ഇന്ത്യയിലെ നമുക്ക് കത്തോലിക്കർക്ക് വേണ്ടി ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം ഉയർത്തിയിരിക്കുന്നത് പോലും നമുക്ക് വേണ്ടിയിട്ടാണ് പ്രിയ ദൈവവൈതലേ. പ്രയോജനപ്പെടുത്തൂ. സഭയിലെ ശുശ്രൂഷകൾ പ്രയോജനപ്പെടുത്തും, സഭയിലെ ആരാധനകൾ പ്രയോജനപ്പെടുത്തും, സഭയിലെ കുംഭസാരം പ്രയോജനപ്പെടുത്തും, സഭയിലെ പരിശുദ്ധ കുർബാന പ്രയോജനപ്പെടുത്തും. പരിശുദ്ധ സഭയിലെ ഈ തീർത്ഥാടനങ്ങൾ, ഈ പെസഹക്കാലം നിങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് നല്ല മാതൃകകൾ കൊടുക്കാം. മാതാപിതാക്കൾ കുമ്പസാരിച്ചില്ലെങ്കിൽ മക്കൾ തിരിച്ച് ചോദിക്കും. അത് ഓർത്തോ, അപ്പം പോയിട്ട് ആദ്യം കുമ്പസാരിക്കുക, എന്നിട്ട് എന്നോട് പറയും. അതുകൊണ്ട് നല്ല മാതൃകകൾ ഉണ്ടാകട്ടെ. ഇവര് പോയിട്ട് ആ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ 11 പേരുണ്ടല്ലോ, അവിടെ 11 പേര് അവര് പത്രോസിന് പ്രത്യക്ഷപ്പെട്ടത് അവര് പറയാൻ തുടങ്ങി. ഇനി ഇവരും പറയാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഈശോയുടെ ഉത്ഥാനത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. പ്രിയ ദൈവ പൈതലേ, നിന്നെ രക്ഷിച്ച ദൈവത്തെ നീ മറക്കല്ലേ. നിന്നെ രക്ഷിച്ച ദൈവത്തെ കുറിച്ച് നീ പറയ. നിന്നെ രക്ഷിച്ച ദൈവത്തിന് വേണ്ടി നീ ജീവിക്ക. നിന്നെ രക്ഷിച്ച, നിന്റെ കൂടെ നടക്കുന്ന ദൈവത്തിന് വേണ്ടി ഒരു കുഞ്ഞു കാര്യമെങ്കിലും നീ ചെയ്യ. നിനക്ക് ദൈവം അനുഗ്രഹമാക്കി തരും. കരയുന്ന നേരത്തൻ സങ്കടം മാറ്റുവാൻ ഉത്തിതാ നീ മാത്രം എന്നുമെന്നാശ്രയം. കരയുന്ന നേരത്തൻ സങ്കടം മാറ്റുവാൻ ഉത്തിതാ നീ മാത്രം എന്നുമെന്നാശ്രയം. ദൈവമേ സ്നേഹമേ നീ വരൂ എൻ ജീവനായി, കാവലായി നീ വരൂ. സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയായി സൗഖ്യമായി നീ വരൂ എൻ നായക. ഉദ്ധിതന്റെ അമ്മ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. രക്ഷതൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. രക്ഷകൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കും. സ്വീകരിക്കുമാറാകണേ നിന്റെ സൂനുവിൻ തിരുനാമത്തിൽ. സ്വീകരിക്കുമാറാകണേ നിന്റെ സൂനുവിൻ തിരുനാമത്തിൽ. ഞങ്ങൾക്കും ലോകമെങ്ങുമേലുള്ള
എല്ലാവർക്കും ലോകമെങ്ങുമേലുള്ള എല്ലാവർക്കും വേണ്ടി ദൈവമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, മനുഷ്യരക്ഷയുടെ ബലിവസ്തുക്കൾ സ്വീകരിക്കുകയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രക്ഷ ഞങ്ങളിൽ പ്രീതിപൂർവ്വം പൂർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, നിങ്ങളോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങൾ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങൾ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ രൂപതദേശനായ സഹായരാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത്
നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്നു ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളോടുകൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ്
സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഭക്തിയാദരപൂർവം ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ പുത്രന്റെ കൂദാശ ഞങ്ങളെ പഴയതിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ച് നവസൃഷ്ടിയായി രൂപാന്തരപ്പെടുത്താൻ കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.